ജയ്പൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോൺ വെജ് ഹോട്ടൽസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയത് മുഹമ്മദി പാലസ്. മുഹമ്മദി പാലസ് നോൺ വെജ് ഹോട്ടൽസുകളിൽ അഗ്രഗണ്യനാണ് ജയ്പൂരിൽ എന്ന് നമുക്ക് സെർച്ച് ചെയ്ത സമയത്ത് റിവ്യൂസിലും അവിടെ പോയ സമയത്തുള്ള ആ ഒരു തിരക്കിലും മനസ്സിലായി. അത്യാവശ്യം ഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസിൽ തന്നെയാണ് ഇവിടെ മട്ടൻ ചിക്കൻ വിഭവങ്ങളൊക്കെ ആണെങ്കിൽ ഉള്ളത്. മട്ടൻ കൊർമ, സ്റ്റ്യൂ, നെഹാരി, അതുകൂടാതെ തന്നെ ചിക്കൻ കൊർമ, സ്റ്റൂ, നഹാരി അങ്ങനെ പറഞ്ഞ് കുറേ ഫുഡ് ഐറ്റംസുകളുണ്ട്. ഇത് കൂടാതെ തന്നെ ഇവിടെ ആയിട്ടുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഐറ്റംസുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാലസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടലിൻ്റെ അകത്ത് വന്നപ്പോൾ സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഏകദേശം 4 നിലകളിലായിട്ടുള്ള ഒരു പടുകൂട്ടൻ ഹോട്ടൽ എന്ന് നമുക്ക് പറയാം. എല്ലാം ജയ്പൂരിലെ ഏത് ഹോട്ടലായാലും ഏത് റെസ്റ്റോറൻ്റ് ആയാലും എവിടെ പോയി കഴിഞ്ഞാലും നമുക്കെല്ലാം ഒരു കൊട്ടാരത്തിൻ്റെ ഒരു പ്രതീതി. നമ്മുടെ ജോഷി ചായൻ ഡൽഹിയിൽ നിന്നാണെങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ റാഫിയുടെ പതിവ് തള്ളും, അജിത്തെല്ലാം ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് മതി എന്ന് പറയുന്ന അജിത്തിൻ്റെ തള്ളും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീം കോർഡിനേറ്റർ ഷാലുവിൻ്റെ ആലോചനയിലും നമ്മൾ അവസാനം കുറേ ഫുഡ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഓർഡർ ചെയ്തു. വെറൈറ്റി സാധനം വേണമെന്ന് വരുന്ന സ്റ്റാഫിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. പുള്ളിക്കാരൻ ഒരു വാൻ എടുത്തങ്ങ് ലിസ്റ്റ് ഇഷ്ടംപോലെ വരുമെന്ന് പറഞ്ഞ് അങ്ങ് എഴുതി തുടങ്ങിയ സമയത്താണെങ്കിൽ പുള്ളിക്കാരൻ്റെ വക കുറേ സജഷൻസ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും, ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഫുഡ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മളെ നല്ല രീതിയിലാണെങ്കിൽ ഇൻസ്പയർ ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തു. ജോഷിയുടെ വക പുതുതായിട്ടുള്ള സജഷൻസൊക്കെ ആണെങ്കിൽ വന്നു. ആദ്യ കൂട്ടി സാലഡും കുറച്ച് നാരങ്ങയും കൊണ്ടുവച്ചു. അതിന് ശേഷമാണ് നമ്മുടെ മട്ടൻ്റെ വിഭവങ്ങളും അതുകൂടാതെ തന്നെ ചിക്കൻ്റെ വിഭവങ്ങളും. പിന്നെ ആസ് യൂഷ്വലായിട്ട് നമ്മൾ രാജസ്ഥാനിൽ എവിടെ വന്നു കഴിഞ്ഞാലും ചപ്പാത്തി ഐറ്റംസിലും അതുകൂടാതെ തന്നെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ കുറേ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഓരോന്നിൻ്റെ പേര് എടുത്ത് പറയണം എന്നുണ്ടെങ്കിലും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇതാണെന്ന് പുള്ളിക്കാരൻ വന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് ഇന്ന ഫുഡാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഇതാ കുറച്ച് ബണ്ണ് പോലത്തെ കുറേ സംഭവങ്ങളും അത് കഴിഞ്ഞതിന് ശേഷം നാൻ ഐറ്റംസുകളും ചപ്പാത്തി ഐറ്റംസുകളും അതുകൂടാതെ തന്നെ മട്ടൺ ഐറ്റംസുകളും. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടനാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു കിടിലം സംഭവമാണ് മട്ടൻ്റെ ചിക്കൻ. ആ കറി നമ്മൾ എത്ര വേണമെങ്കിലും കൂട്ടാം, ഒരു രക്ഷയില്ല. പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൺ ഐറ്റംസിലാണെങ്കിൽ ഇത്ര പീസിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടായിരിക്കും പൊതുവെ റേറ്റ് ഇടുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് സംഭവം ചോദിച്ച് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായതിന് ശേഷം മാത്രം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിരിക്കുക, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിരിക്കുക. ഇല്ലെങ്കിൽ ഏറ്റവും അവസാനം ബില്ല് വരുമ്പോൾ നിങ്ങളുടെ കണ്ണ് തള്ളാനുള്ള സാധ്യത ഉണ്ട് ഗൈസ്. അപ്പോൾ ആസ് യൂഷ്വലായിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ജയ്പൂരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് കോട്ടയം കൂടുതൽ ഫുഡ് ഐറ്റംസുകളാണ്. എല്ലാം ഒന്നിനൊന്നിന് മിച്ചം. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോൺ വെജ് ഐറ്റംസുകളും ഇതുപോലെ ഗോതമ്പ് ഐറ്റംസുകളൊക്കെ കൂടുതലായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് സാലഡോ വെജിറ്റബിൾസോ ലസ്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. ഫൈബർ അടങ്ങിയിട്ടുള്ള ഡയറ്റ് കുറച്ച് കൂടുതലായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പ്രിഫർ ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ റാഫിയുടെ വകയെ കുറച്ച് തള്ളലുകളും നല്ലിയിട്ടുള്ള അടിയും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ആസ് യൂഷ്വലായിട്ട് നമ്മുടെ അജിത്താണ് ഇറങ്ങിയത്. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് ജീരകവും കൽക്കണ്ടും എല്ലാം വാങ്ങിച്ചതിന് ശേഷം വെളിയിൽ പോയിട്ട് കുറച്ച് ഫുഡ് മേക്കിംഗ് വീഡിയോസുകൾ കണ്ടതിന് ശേഷം പോകാമെന്ന് കരുതി ഗൈസ്. അപ്പോൾ രാജസ്ഥാൻ്റെ പാർട്ടായിട്ടുള്ള ആദ്യത്തെ സീരീസിൽ ജയ്പൂരിലെ 2 days വീഡിയോസിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസുകൾ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.